ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എഡിഎമ്മിന് കള്ള് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കാനാണോ തനിക്ക് സർക്കാർ ശമ്പളം തരുന്നത്? മിസ്റ്റർ ജോൺ എബ്രഹാം, മലയാളത്തില് ഉളുപ്പെന്നൊരു വാക്കുണ്ട്. ശബ്ദതാരാവലിയില് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഇനി ചോദിച്ചാ വ്യക്തമായിട്ടൊരു പേര് പറയാൻ പറ്റും. എഡിഎം ജോൺ എബ്രഹാം എന്ന്. അതിനും മാത്രം കാഴ്ചകളാ താൻ അല്പം മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയത്. മാന്യമായിട്ടൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് കവലച്ചട്ടമ്പികളെക്കാൾ കഷ്ടമായി ബിവറേജിന്റെ മുന്നിൽ കിടന്ന് വെല്ലുവിളിക്കാൻ നടക്കുന്നു. കഷ്ടം. എടോ, തന്റെ ഈ പേക്കൂത്തുകൾ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ തന്റെ ഈ പേക്കൂത്തുകൾ കണ്ട് നാട്ടുകാർ ചിരിക്കില്ലേ? ജില്ല ഭരിക്കുന്ന കളക്ടർക്ക് കാവലാളാകേണ്ട ആള് കവലച്ചട്ടമ്പികളെക്കാൾ തരം താഴ്ന്ന് മദ്യ ഷോപ്പിന് മുന്നിൽ കിടന്ന് അടിപിടി കൂടുന്നു. അടിച്ചുപോയി. ഒരു ആഘോഷത്തിന്റെ പുറത്ത് എന്തിനായിരുന്നു ആഘോഷം? ഒരു പാവം പിടിച്ച സ്ത്രീയെ ആളുകൾക്ക് മുന്നിൽ അധിക്ഷേപിച്ച് കരയിച്ചു വിട്ടതിനാണോ? അതിനേക്കാൾ വലിയ നാണക്കേടിലാണല്ലോ ബഹുമാനപ്പെട്ട എഡിഎം ഇപ്പൊ നിൽക്കുന്നത്. ഇനി സ്വയം നാറി നിൽക്കുന്നതിന്റെ ആഘോഷവും നാളെ ഉണ്ടാവോ? അല്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവ മഹത്വം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞില്ല മാഡം, ഒരു 2 എണ്ണം. ചേട്ടാ, ഇതേ കളക്ടറേറ്റിലെ വലിയ സാറാ, ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആള്. ഇയാള് പറയുന്നു ഇയാളുടെ ഉള്ളില് 2 പെഗ്ഗേ ഉള്ളൂന്ന്. ചേട്ടന്റെ നോട്ടത്തില് ഇയാൾ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും? കൃത്യമായിട്ട് പറഞ്ഞ ഒരു 6 എണ്ണം. കേട്ടില്ലേ? കൃത്യം കണക്ക്. ഇല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന് കൃത്യം കണക്കെടുക്ക്. എന്നിട്ട് സ്വയം ബോധ്യപ്പെട്ട് നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവാൻ നോക്ക്. ഇല്ലെങ്കിലേ ഈ ജന്മം പാഴ. ഇനി കുറച്ചു നാളത്തേക്ക് സാറിന്റെ സേവനം എഡിഎമ്മിന് വേണ്ട. കുറച്ചുനാള് നിങ്ങൾ വീട്ടിൽ ചെന്നിരിക്കെ. അയ്യോ മാഡം, ചതിക്കരുത്. കുഞ്ഞുട്ടി പരാധീനക്കാരനാ. പേടിക്കണ്ടടോ. ഒരു 6 മാസത്തേക്ക് തന്നെ സംരക്ഷിക്കുന്ന കാര്യം എഡിഎം നോക്കിക്കോളും. ഇയാൾക്ക് വേണ്ടിയാണല്ലോ താൻ ബലിയാടായത്. ആശ്രിതനല്ലേ? കാവൽപ്പട്ടി എന്നാ എഡിഎം പറഞ്ഞത്. അതിന്റെ നന്ദി തന്നോടും കാണിക്കണമല്ലോ. വിഷ്ണുട്ടാ, എന്റെ അമ്മയെ അപമാനിച്ചിന് നിന്നെ ഇവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ല എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ക്ഷമിച്ചിരിക്കുക. കാരണം ചീഞ്ഞു നാറിയവനെ തൊടുന്നവനും നാറുമെന്നാ പറയാറ്.